ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെയും ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2-3 വീഡിയോസിൽ ഇടുന്നത് ഓസ്ട്രേലിയൻ വ്ളോഗ്സാണ്. അപ്പോൾ PR കിട്ടിയതിന് ശേഷം അവിടെ പോയിട്ടുള്ള വ്ളോഗ്സൊക്കെയാണ്. അപ്പോൾ അവിടെ പോയി വന്നതിന് ശേഷം ഒരു 3 ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ മറ്റൊരു ട്രാവലിങ്, അതായത് ഞങ്ങൾ UK പോകുന്നത്. ഹസ്ബൻഡിന് ജോബ് ഇപ്പോൾ അവിടെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ചേച്ചി എവിടെയാണ്, എന്താണ് ചെയ്യണത്, വീഡിയോസൊക്കെ ഇടാത്തത് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു കറക്റ്റ് ആൻസർ ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ 10 വർഷത്തോളം ഖത്തറിലായിരുന്നു. വീഡിയോസൊക്കെ മെയിനായിട്ടും ഇട്ടിരുന്നത് അവിടെ വെച്ചിട്ടാണ്. പിന്നെ ഒരു വർഷത്തോളം ഞാൻ നാട്ടിൽ നിന്നു. അപ്പോൾ വീഡിയോസൊന്നും ഇട്ടിരുന്നില്ല. അതാണ് കുറച്ചൊരു ഗ്യാപ്പ് വന്നത്. പിന്നെ 2 കുട്ടികളൊക്കെ ആയപ്പോൾ അവരെ നോക്കി പിന്നെ വീഡിയോസ് എടുക്കൽ, എഡിറ്റിങ്, അതൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അമ്മമാർക്ക് മനസ്സിലാവും. കുറച്ച് കുറുമ്പുള്ള കുട്ടികളാകുമ്പോൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് എന്താ പറയുക, ഒരു കിളി പോയ അവസ്ഥയായിരുന്നു കുറച്ച് നാൾ. ഇപ്പോൾ കുഴപ്പമില്ല. അവർ കുറച്ച് വലുതായപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതാണ് കേട്ടോ ആദ്യം വീഡിയോസൊക്കെ എടുത്തു തുടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം, എന്നാലാണ് ഇനിയും നല്ല വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. ഖത്തർ എയർവേസിൽ കണക്ഷൻ ഫ്ലൈറ്റാണ്. ഖത്തറിൽ സ്റ്റേ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു രാവിലെ എത്തും. ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നല്ല ഉറക്കപ്പിച്ചിലാണ് കുട്ടികളും ഞാനും. പിന്നെ ഞങ്ങൾ മറ്റേ ഓസ്ട്രേലിയയിൽ പോയി വന്നിട്ട് 3 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ പോയി വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട്, ട്രാവലിങ്ങിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും മാറിയിട്ടില്ല. മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു ഭയങ്കര ക്ഷീണമായിട്ടുള്ളൊരു ടൈമായിരുന്നു ഇത് കേട്ടോ, ട്രാവലിങ്ങിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഖത്തറിലെത്തി. ഖത്തറിൽ രാവിലെ എത്തിയിട്ട് വൈകിട്ടാണ് മാഞ്ചസ്റ്ററിലേക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഫ്ലൈറ്റുള്ളത് പിന്നെ രാത്രിയാണ്. അപ്പോൾ ഞങ്ങൾ ഖത്തറിൽ മുമ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ ഫ്രണ്ട്സിനെയും ഒന്നും കൂടി കാണാം. ഒരു 1 ഇയറിന് ശേഷമാണ് എല്ലാവരെയും കാണാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഫ്രണ്ട് വരും. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞേക്കണത്. അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ ഫുഡ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. കുറച്ച് നാളിന് ശേഷം ഖത്തർ എയർപോർട്ടൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മൾ എത്ര പ്രാവശ്യം പോയി ഇറങ്ങിയിട്ടുള്ളതാണ്. ഇനി എപ്പോഴാണ് വരാൻ പറ്റാമെന്നും അറിയില്ല. ഇനി UK പോകുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ ലഗേജിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു അബദ്ധമാണ് പറ്റിയത്. എന്ന് വെച്ചാൽ 25 kg ഉണ്ടായിരുന്നുള്ളൂ ഒരാൾക്ക്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, കുറച്ച് പാത്രങ്ങൾ, നമ്മുടെ കുറച്ച് പൊടികൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. വിൻ്ററിൻ്റെ ഡ്രസ്സ്, ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല തണുപ്പാണല്ലോ. പക്ഷേ ലഗേജ് വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇടാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല കേട്ടോ. അയ്യോ, കുറേ സാധനങ്ങൾ നാട്ടിലിട്ട് വാങ്ങിച്ചു വെച്ചിരുന്നു. പിന്നെ നമുക്ക് പാഴ്സൽ ചെയ്യാമെന്നൊക്കെയുള്ളൊരു സമാധാനത്തിലാണ് പോകുന്നത്. ചേട്ടനും കുട്ടികളുടെയൊക്കെ ഡ്രസ്സുകൾ അത്യാവശ്യം വേണ്ടത് എടുത്തു വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് ഹോട്ടലിലാണ് നിൽക്കുക. 1 month ഹോട്ടലിലായിരിക്കും. അതിന് ശേഷമാണ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറുക. അതിനുള്ളിൽ വീടൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഹോട്ടലിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് തന്നെ കുക്ക് ചെയ്യാം. അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള പാത്രവും അവിടെ ഉണ്ടായിരുന്നു. പാത്രവും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ വീട്ടിലേക്ക് മാറുമ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പാത്രമൊക്കെ എടുത്തത്. പിന്നെ കുറച്ച് അത്യാവശ്യം നമ്മൾ ചെന്ന് അന്നത്തെ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ നമുക്കറിയില്ലല്ലോ, പുതിയൊരു സ്ഥലത്ത് ചെന്ന് വിടുന്നു, എവിടെയാണ് കട, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ്, ഉണ്ടാക്കി കഴിക്കാവുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായത്. ഇപ്പം ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ചെറിയ ചൂട് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് കൂടിയതുകൊണ്ട് തന്നെ ജാക്കറ്റ്സൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ് പിടിച്ചത്, മക്കളുടെയും എൻ്റെയൊക്കെ. അപ്പോൾ ആ ജാക്കറ്റ്സും പിന്നെ ഹാൻഡ് ലഗേജും എല്ലാം കൂടെയും പിടിച്ചിട്ടുള്ളൊരു യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ മോൻ ഉറങ്ങായിരുന്നു. ഇപ്പോഴാണ് അവൻ എണീറ്റത്. ലാൻഡ് ചെയ്യാനായപ്പോഴാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെയും എടുക്കണമായിരുന്നു. അപ്പോൾ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് എന്നെ ചേട്ടൻ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, വല്ല കാര്യമുണ്ടോ അത്രയും ഇതൊക്കെ എടുത്ത് വരണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ ഫ്രണ്ട് വന്നു. ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ കുട്ടികൾ സ്കൂളിൽ പോയേക്കായിരുന്നു. ക്ലാസ്സുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ സ്കൂളിൽ പോയി. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അവർ വരുന്നത് വരെ. അപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു, ചമ്മന്തി ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചു.
അപ്പോൾ ഇവർ ഇവിടെ വന്ന് സ്ഥിരം കളിക്കുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ, ഇവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഈ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ മുമ്പ് താമസിച്ചൊരു സ്ഥലം കാണുമ്പോൾ നമുക്കൊന്നും വല്ലാത്തൊരു ഫീലായിരിക്കും പിന്നെ കാണുമ്പോൾ. പിന്നെ ചേട്ടൻ കിടന്ന് ഉറങ്ങിയിട്ടോ, രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട്, പിന്നെ ലഗേജൊക്കെ പിടിച്ച് നടന്നുകൊണ്ട് ഒക്കെ ക്ഷീണമായിരുന്നു. എനിക്കും ഉറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല, വെളിച്ചമൊക്കെ തട്ടുന്നതുകൊണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ. അവിടെ ലഞ്ചിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ ഇവരെല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ, വർത്താനൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിനിടയിൽ അവരുടെ ഒന്നും വീഡിയോസ് എടുത്തില്ല. ഇതിപ്പോൾ വൈകുന്നേരമാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും വീട്ടിലേക്ക് വന്നു. നമ്മൾ ആദ്യം പോയ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് എല്ലാവരും വന്നത്. പിന്നെ ഫിഷ് ബാർബിക്യൂവും മന്തി റൈസും ഉണ്ടായിരുന്നു. മന്തി റൈസും ഫിഷ് ബാർബിക്യൂവും ഖത്തറിലുള്ളവർക്ക് അറിയാം എത്ര ടേസ്റ്റാണെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും അവിടെ വന്നിട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിലൊന്നും കിട്ടില്ല, അത്ര ടേസ്റ്റാണ് അവിടുത്തെ മന്തി റൈസിന്. ഞാൻ ഭയങ്കര ഫാനാണ് മന്തി റൈസിൻ്റെ. അപ്പോൾ ഖത്തറിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് മന്തി റൈസ് ഫിഷ് ബാർബിക്യൂവും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി, കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, വൈകുന്നേരം കുളിച്ച് ഫ്രഷായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ടോ. ഒരു 8 മണിക്ക് ആയപ്പോഴേക്കിനും എയർപോർട്ടിലേക്ക് പോകണമായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും കുട്ടികൾ ഞങ്ങളും എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടാണ് പിന്നെ എയർപോർട്ടിലേക്ക് പോയത്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിരുന്നുണ്ടോ, ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഉച്ചയ്ക്ക് ലുലുവിലാണ് പോയത്. പക്ഷേ എനിക്ക് ഭയങ്കര ഉറക്കം വന്നിട്ട് എനിക്ക് ഈ ഷോപ്പ് ചെയ്യാനൊരു മൂഡുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത്. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ പോയി വന്നു. എനിക്ക് കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ എയർപോർട്ടിലെത്തി, ചെക്ക് ഇൻ ചെയ്തു, ഗേറ്റിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിലും ഇളയാൾ ഉറങ്ങി. അപ്പോൾ ആളെ ഇന്നും എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഫ്ലൈറ്റിൽ കയറിയതും. ഫ്ലൈറ്റിൽ ഫുൾ ഉറക്കമായിരുന്നു. അപ്പോൾ അതിനിടയിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഇരുത്തിയതാണ് എൻ്റെ കൈ കഴിച്ചിട്ട്. അപ്പോൾ അവൻ എണീറ്റിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അടുപ്പിച്ച് ട്രാവലിങ് വന്നതിൻ്റെ ആണോ എന്ന് അറിയില്ല, എനിക്ക് കോൾഡായിരുന്നു, നല്ല കോൾഡ് വന്ന്. അപ്പോൾ ഇനി മക്കൾക്കും വരുമെന്നുള്ള ടെൻഷനിലായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അവരൊരു കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ചെറിയൊരു കിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാസ്ക് ഉണ്ടായിരുന്നു, സോക്സ് ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടമായി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ സോക്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായി, ഇനി കുറച്ചുകൂടി ഉണ്ട്. അപ്പോഴേക്കിനും മക്കളൊക്കെ എണീറ്റ് തുടങ്ങിയിട്ടോ, ലൈറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എണീറ്റു. അപ്പോൾ എനിക്ക് വളരെ ടെൻഷനുള്ളൊരു യാത്രയായിരുന്നു ഇത്. ലഗേജൊന്നും വന്നിട്ടില്ല, നമ്മുടെ സാധനങ്ങളൊന്നും അധികമില്ല. പിന്നെ കുട്ടികൾ ഇവിടെ നല്ല തണുപ്പാണല്ലോ, അപ്പോൾ അവരെവിടെ എങ്ങനെ അവർ അഡ്ജസ്റ്റ് ചെയ്യും, അതൊക്കെ ഭയങ്കര തോട്ട്സിലായിരുന്നു ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പുതിയൊരു രാജ്യം, പുതിയൊരു ആൾക്കാർ, പുതിയൊരു കൾച്ചർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരുമില്ല, എനിക്ക് ആരുമില്ല പരിചയമായിട്ട്, ചേട്ടൻ്റെ ഫ്രണ്ട്സും ഇല്ല. അപ്പം തീർത്തും ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലായിരുന്നു പോകാൻ പോകുന്നത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു 1 മന്ത് നമുക്ക് ഹോട്ടലിലായിരിക്കും, കമ്പനി നമുക്ക് ഹോട്ടലിൽ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ടെൻഷനില്ല. പക്ഷേ 1 മാസത്തിന് ശേഷം എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. നമ്മളവിടെ ചെന്ന് സെറ്റായതിന് ശേഷം വീഡിയോസ് ഇടാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഓരോ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത്. ഇതൊക്കെ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ, നമുക്കിങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കാണുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. മുമ്പ് ഞാനിതുവരെ കണ്ടിട്ടില്ല, നോക്കാത്തതുകൊണ്ടായിരിക്കാം. ഇതെനിക്ക് ഇഷ്ടമായി. ഇപ്പോൾ ലാൻഡ് ചെയ്തു, സേഫ് ലാൻഡിങ്. അപ്പോൾ സമാധാനമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരും അതെ, എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അത്രയും ടൈം നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കുകയല്ലേ, ഓടി നടക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക്. അപ്പോൾ അതേ ഇനി ഇറങ്ങാം, നമുക്ക് ലഗേജൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ മോൻ. അപ്പോൾ അവന് തന്നെ ട്രോളി വലിച്ചിങ്ങനെ പോകണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനെക്കൊണ്ട് പറ്റില്ല, നല്ല വെയിറ്റ് ഉണ്ട്, നമ്മൾ സാധനങ്ങളൊക്കെ കുത്തി നിറച്ചാണ് വെച്ചേക്കുന്നത്. ലഗേജിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ എന്നാലും അവൻ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു, എന്നാലും വിചാരിച്ചത്ര തണുപ്പുണ്ടായിരുന്നില്ല. നമ്മൾ സമ്മറിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
വലിയ പ്രതീക്ഷിച്ച അത്ര തണുപ്പുണ്ടായിരുന്നില്ല, ചെറിയൊരു തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു വണ്ടി എടുത്തിട്ടാണ് പോയത്, ഹോട്ടലിലേക്ക് പോയത്. അപ്പോൾ ഇതൊരു പുതിയ ടൈപ്പ് വണ്ടിയായിരുന്നു, അവൻ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് വണ്ടിയായിരുന്നു കേട്ടോ മോൻ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുന്നു പുതിയ വണ്ടിയിൽ കയറിയിരുന്നതിൻ്റെ. അപ്പം നമ്മളങ്ങനെ വണ്ടിയിൽ കയറിയിരുന്ന് ഇങ്ങനെ പതുക്കെ യാത്ര തുടങ്ങി. അപ്പോഴാണ് ചുറ്റിലും നല്ല പച്ചപ്പ്. പക്ഷേ നമ്മൾ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട പോലത്തെ ഭയങ്കര പച്ചപ്പ് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ. ഫസ്റ്റ് ഇമ്പ്രഷൻ അതായിരുന്നു. സാധാരണ ഒരു സ്ഥലം, ഇച്ചിരി ചെറിയ തണുപ്പുണ്ട്, ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ്, അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടലിലെത്തി. സ്റ്റേ സിറ്റി പിക്കാഡിലി ആ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്നത്. ഒരു 1 മന്തിൽ കൂടുതൽ നമ്മൾ അവിടെ തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നിന്നത് ശരിക്കും സിറ്റി സെൻറ്ററിലായിട്ട് തന്നെയാണ്. അപ്പം നല്ല തിരക്കുള്ളൊരു നഗരം എന്ന് പറയാം. തിരക്കെന്ന് വെച്ചാൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനുള്ളൊരു സമയമില്ല, എല്ലാവരും സ്പീഡിൽ തിരക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ നിന്ന ഹോട്ടലിൻ്റെ താഴെയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകാനുള്ളതും പിന്നെ ബസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ളതും അങ്ങനെയൊക്കെയുള്ള തിരക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനിടയിൽ ഞങ്ങളുടെ ലഗേജാണ് കേട്ടോ, എത്രയും ലഗേജ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ കയറി. ഇതായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന റൂം ഹോട്ടലിൽ. അപ്പോൾ റൂം കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ 1 BHKയുടെ റൂമാണ് ഉള്ളത്. കുട്ടികളുണ്ടാകുമ്പോൾ 2 BHKയുടെ തരാമെന്നാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ റൂം അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ 1 BHK ആണ് കിട്ടിയത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല റൂമാണ്, എനിക്ക് ഇഷ്ടമായി. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല വെളിച്ചമുണ്ട് ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമായി. മുകളിൽ നിന്ന് അടിയിൽ നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ ചുറ്റും കെട്ടിടങ്ങളാണ്, പച്ചപ്പൊക്കെ അവിടെ കുറച്ചേ ഉള്ളൂ. സിറ്റി സെൻറ്റർ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ 7th ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്ക് പുതിയ റൂമൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലഗേജൊക്കെ ഇരിക്കുന്നത്. ഇനി എല്ലാവരും അടുക്കി പറക്കി വെക്കണം. എനിക്കാണെങ്കിൽ ആ ഒരു സമയമായപ്പോഴേക്കും ചെറുതായിട്ട് പനിയൊക്കെ വന്ന പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന് ഫുഡ് കഴിച്ചു, നമ്മുടെ കയ്യിലുള്ള ഫുഡൊക്കെ വെച്ച് കഴിച്ചു. പിന്നെ എനിക്ക് നല്ല ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു. മോനെ എടുത്ത് നടന്നിട്ട് ഞാൻ ഫ്ലൈറ്റിലിരിക്കുമ്പോഴും അവൻ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആകെ കൊഴിഞ്ഞു. ഞാൻ കിടന്നു. ചേട്ടൻ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നു. കുട്ടികൾക്ക് ഫുഡും കൊടുത്ത് ഞാൻ കിടന്നു. അപ്പോൾ ചേട്ടന് ചെറിയൊരു വയ്യായ്ക ഉണ്ടായിരുന്നു തലേ ദിവസം നാട്ടിൽ നിന്ന് വരുമ്പോഴേ. അപ്പോൾ ആൾക്ക് മെഡിസിൻ ഉണ്ടായിരുന്നു. ആ മെഡിസിൻ തന്നെ ഞാനും കഴിച്ച് അങ്ങനെ ഉറങ്ങി എണീറ്റു. അപ്പോഴാണ് എനിക്കൊരു സുഖമായത്. പിറ്റേ ദിവസം ആയപ്പോഴേക്കിനും ഓക്കെ ആയി. അപ്പോൾ ഇതാണ് കേട്ടോ രാവിലെ എണീറ്റിട്ടുള്ളൊരു വ്യൂ. ഏകദേശം ഒരു 6 മണി 7 മണി ആ ഒരു സമയത്തെ വ്യൂ ആണ് കേട്ടോ അത്. പിന്നെ അധികം തണുപ്പില്ല, കാരണം സമ്മർ സീസൺ ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അധികം തണുപ്പുണ്ടായിരുന്നില്ല. പിന്നെ 7th ഫ്ലോറിലായതുകൊണ്ടും വലിയ തണുപ്പൊന്നുമില്ല, താഴെയാണ് കുറച്ചുകൂടി തണുപ്പുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോസ് ഇനി ഏത് ടൈപ്പ് ഇടുമെന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം മക്കളൊക്കെ ആയതോടുകൂടി ഫുൾ ടൈം നമുക്ക് ടിപ്സ്, ഹെയർ കെയർ വീഡിയോസ് മാത്രം ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് അതിനു വേണ്ടി മാറ്റി വയ്ക്കാനായിട്ട് ഒരുപാട് സമയം കിട്ടാറില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാറുള്ളത്, അപ്പോൾ വീഡിയോസൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ അതിനകത്ത് ഒരുപാട് സമയം കിട്ടാറില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ വ്ളോഗ്സൊക്കെ ഇടാം, പിന്നെ കുറച്ച് ഹെയർ കെയറും ടിപ്സും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.